This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में। Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് യൂസ് on any of your streaming device or any smart television. അമേരിക്കയിലെ മലയാളി സംഘടനകളുടെ സംഘടനയായ ഫോമ ന്യൂയോർക്ക് മെട്രോ റീജിയൻ പ്രവർത്തന ഉദ്ഘാടനം മാർച്ച് 1 ശനിയാഴ്ച വൈകിട്ട് 5:30 മുതൽ എൽമോണ്ടിലുള്ള സെന്റ് വിൻസെന്റ് ഡി പോൾ മലങ്കര കത്തോലിക്ക കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിൽ നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നു. മെട്രോ റീജിയണൽ വൈസ് പ്രസിഡന്റ് മാത്യു ജോഷിയുടെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിവിധ കലാപരിപാടികളോടെ അതിവിപുലമായി പ്രവർത്തന ഉദ്ഘാടനം നടത്തുന്നതിനാണ് പദ്ധതിയിടുന്നത്. മെട്രോ റീജിയണിൽ ഉൾപ്പെടുന്ന 10 അംഗ സംഘടനകളുടെയും ഒത്തൊരുമിച്ചുള്ള സഹകരണത്തോടെ ഓരോ സംഘടനയിൽ നിന്നുമുള്ളവരുടെ കലാപരിപാടികളും ഡാൻസ്, സ്കൂൾ പോലുള്ള മറ്റ് പ്രൊഫഷണൽ കലാകാരന്മാരുടെ കലാപരിപാടികളും ഉൾപ്പെടുത്തി ഉദ്ഘാടനം ഒരു ആഘോഷമാക്കി തീർക്കുന്നതിനായി വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലും കാനഡയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഫോമയുടെ 12 റീജിയണുകളിൽ പ്രമുഖമായ റീജിയനാണ് ലോങ് ഐലൻഡിലും സ്റ്റാറ്റൻ ഐലൻഡിലുമുള്ള 10 അംഗ സംഘടനകൾ ഉൾപ്പെടുന്ന ന്യൂയോർക്ക് മെട്രോ റീജിയൻ. മലയാളി അസോസിയേഷൻ ഓഫ് സ്റ്റാറ്റൻ ഐലൻഡ്, കേരള സമാജം ഓഫ് സ്റ്റാറ്റൻ ഐലൻഡ്, കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക്, ലോങ് ഐലൻഡ് മലയാളി കൾച്ചറൽ അസോസിയേഷൻ, കേരള കൾച്ചറൽ അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക, ഇന്ത്യൻ അമേരിക്കൻ മലയാളി അസോസിയേഷൻ ഓഫ് ലോങ് ഐലൻഡ്, മലയാളി സമാജം ഓഫ് ന്യൂയോർക്ക്, നോർത്ത് ഹെംസ്റ്റഡ് ഇന്ത്യൻ മലയാളി അസോസിയേഷൻ, കേരള സെൻറ്റർ, ന്യൂയോർക്ക് മലയാളി അസോസിയേഷൻ എന്നീ ശക്തമായ 10 സംഘടനകളാണ് ഫോമ ന്യൂയോർക്ക് മെട്രോ റീജിയന്റെ നെടും തൂണുകൾ. ഈ 10 അംഗ സംഘടനകളിൽ അംഗങ്ങളായവരിൽ നിന്നുമാണ് മെട്രോ റീജിയന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ. അവരുടെ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് മെട്രോ റീജിയൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. റീജിയണൽ വൈസ് പ്രസിഡന്റ് മാത്യു ജോഷുവ, നാഷണൽ ജോയിന്റ് സെക്രട്ടറി പോൾ പി ജോസ്, നാഷണൽ കമ്മിറ്റി അംഗങ്ങളായ എബ്രഹാം ഫിലിപ്പ്, ജോസ് വർഗീസ്, എക്സ് ഒഫീഷ്യോയും നാഷണൽ കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ജേക്കബ് തോമസ്, വിമൻസ് ഫോറം ട്രഷററും നാഷണൽ കമ്മിറ്റി അംഗവുമായ ജൂലി ബിനോയ്, കംപ്ലയിൻസ് കൗൺസിൽ അംഗങ്ങളായ വർഗീസ് കെ ജോസഫ്, ജോമോൻ കളപ്പുരയ്ക്കൽ, ജുഡീഷ്യറി കൗൺസിൽ അംഗമായ ലാലി കളപ്പുരയ്ക്കൽ, ബൈലോ കമ്മിറ്റി അംഗമായ സജി എബ്രഹാം, ക്രെഡൻഷ്യൽ കമ്മിറ്റി ചെയർമാനായ വിജി എബ്രഹാം, ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചെയർമാനായ ബിജു ചാക്കോ, റീജിയണൽ കമ്മിറ്റി ചെയർമാനായ ഫിലിപ്പോസ് കെ ജോസഫ്, സെക്രട്ടറി മാത്യു കെ ജോഷുവ, ട്രഷറർ ബിജു ജോൺ, വൈസ് ചെയർമാൻ ജസ്വിൻ സാമുവൽ, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ബിന്ദു തോമസ്, ജോയിന്റ് ട്രഷറർ ബിനോജ് കോരുത്ത്, കൾച്ചറൽ പ്രോഗ്രാം ചെയർമാൻ തോമസ് ഉമ്മൻ, യൂത്ത് ഫോറം ചെയർമാൻ അലക്സ് സിബി, ചാരിറ്റി ചെയർമാൻ രാജേഷ് പുഷ്പരാജ്, ക്രിയേഷൻ ചെയർ ബേബിക്കുട്ടി തോമസ്, വിമൻസ് ഫോറം ചെയർ നൂപ കുര്യൻ, അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ കുഞ്ഞുമാലിയിൽ, ചാക്കോ കോയിക്കല, തോമസ് ടി ഉമ്മൻ, PRO മാത്യുക്കുട്ടി ഈശോ, കമ്മിറ്റി അംഗങ്ങളായ ജയചന്ദ്രൻ രാമചന്ദ്രൻ, ഷാജി വർഗീസ്, ഷാജി മാത്യു, മാമൻ എബ്രഹാം, തോമസ് കെ പായിക്കാട്, തോമസ് പ്രകാശ്, ജോസി എബ്രഹാം, ചാക്കോ എബ്രഹാം എന്നീ 35 പേരടങ്ങുന്ന ഭരണസമിതിയാണ് മെട്രോ റീജിയന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവർ. ഇവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തന ഉദ്ഘാടന ക്രമീകരണങ്ങൾ ചെയ്യപ്പെടുന്നത്. ഇവരെ കൂടാതെ 10 അംഗ സംഘടനകളുടെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും റീജിയന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. മാർച്ച് 1 എന്ന തീയതി അവരവരുടെ കലണ്ടറിൽ രേഖപ്പെടുത്തി മറക്കാതെ തന്നെ പ്രവർത്തന ഉദ്ഘാടനത്തിന് എല്ലാവരും എത്തിച്ചേരണമെന്ന് റീജിയണൽ സെക്രട്ടറി മാത്യു കെ ജോഷുവ എല്ലാവരോടുമായി അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.